ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തിലെ വികസന ഘട്ടങ്ങൾ. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ മേ ബി പല സവിശേഷതകളുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ എല്ലാ വ്യക്തികൾക്കും ഒരു പൊതുവായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ മനഃശാസ്ത്രജ്ഞർ ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ സമാനമായ ചില സവിശേഷതകൾ പുലർത്തുന്ന വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ വിവിധ വികസന ഘട്ടങ്ങൾ ഏതെല്ലാം നോക്കിയിട്ട് അവയുടെ വിശദീകരണത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം അഥവാ ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം. ജനിക്കുന്നതിന് മുമ്പ് എവിടെയാണ്? ഒരു അമ്മയുടെ വയറ്റിലാണ് അല്ലേ. അപ്പോൾ ആ അമ്മയുടെ വയറ്റിൽ ഗർഭധാരണം തൊട്ട് 280 ദിവസം വരെ അല്ലെങ്കിൽ ജനനം വരെ, കാരണം മേ ബി ദിവസങ്ങൾ മാറാലോ. അപ്പോൾ ജനനം വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്തെന്ന് പറഞ്ഞാൽ ജനനപൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഘട്ടമാണ് ശൈശവം. എന്താണ് ശൈശവം? ജനനം തൊട്ട് 3 വർഷം വരെയുള്ള കാലഘട്ടം. ജനനം തൊട്ട് 3 വർഷം വരെയുള്ള കാലഘട്ടമാണ് ശൈശവം എന്ന് പറയപ്പെടുന്നത്. ആദ്യകാല ബാല്യം, ശൈശവം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഘട്ടമാണ് ആദ്യകാല ബാല്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഇനി പിൽക്കാല ബാല്യം എന്താണ്? 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. ദെൻ കൗമാരം എന്താ പറയുന്നത്? 12 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടം. 12 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടം. പ്രായപൂർത്തി 19 മുതൽ 60 വയസ്സ് വരെ. വാർദ്ധക്യം 60 വയസ്സിന് ശേഷം. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിവിധ വികസന ഘട്ടങ്ങൾ. എന്തൊക്കെയാണ്? ജനനപൂർവ്വഘട്ടം, ശൈശവം, ആദ്യകാല ബാല്യം, പിൽക്കാല ബാല്യം, കൗമാരം, പ്രായപൂർത്തി, വാർദ്ധക്യം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവ എന്തൊക്കെയാണ് നമുക്ക് വിശദീകരിക്കാം. നോക്കൂ, ഒന്നാമത്തേതാണ് ജനനപൂർവ്വഘട്ടം. എന്താണ് ഈ ജനനപൂർവ്വഘട്ടം എന്ന് നമ്മൾ ഏതൊരു സമയം വരെയാണ് പറഞ്ഞത്? ഗർഭധാരണം തൊട്ട് അത് 280 ദിവസം വരെ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത്, അഥവാ പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു ജനനപൂർവ്വഘട്ടത്തിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശു വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയാറുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് അമ്മമാരെന്താണോ ചെയ്യുന്നത് അതായിരിക്കും കുട്ടിക്ക് ലഭിക്കുക. ആ ഒരു സമയത്ത് നല്ല ചിന്തകൾ ചിന്തിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്, ഒരു കുട്ടിയുടെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശു വികസനം എന്ന് പറയുന്നത്. മനഃശാസ്ത്രജ്ഞർ ഈ ഘട്ടത്തെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ജീവസ്ഫുരണ ഘട്ടം അഥവാ ഗർഭധാരണം തൊട്ട് 2 ആഴ്ച പൂർത്തിയാകും വരെയുള്ള കാലഘട്ടമാണ് ജീവസ്ഫുരണ ഘട്ടം അഥവാ ജെർമിനൽ പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഭ്രൂണഘട്ടം. ഈ കാലഘട്ടത്തിൽ 2 ആഴ്ച തൊട്ട് 2 മാസം വരെയുള്ള കാലഘട്ടമാണ് എംബ്രിയോണിക് പീരീഡ് അല്ലെങ്കിൽ ഭ്രൂണഘട്ടം എന്ന് പറയുന്നത്. ഇനി ജനിക്കുന്നത് വരെ, ഈ 2 മാസം മുതൽ ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഗർഭസ്ഥ ശൈശവഘട്ടം എന്നുള്ളത്. ഈ ഒരു 3 കാര്യങ്ങളാണ് എന്തുള്ളത് ഈ ഒരു ജനനപൂർവ്വഘട്ടത്തിൽ മനഃശാസ്ത്രജ്ഞർ തരംതിരിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ജീവസ്ഫുരണ ഘട്ടം, അത് ഇതുവരെയാണ് 2 ആഴ്ച വരെ. ദെൻ ഭ്രൂണഘട്ടം 2 ആഴ്ച മുതൽ 2 മാസം വരെ. ദെൻ പിന്നെ ഗർഭസ്ഥ ശൈശവഘട്ടം, ജനിക്കുന്നതിന് വരെയുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കുട്ടിയുടെ വികസനം ആശ്രയിച്ചിരിക്കുന്ന ആരുമായി ബന്ധപ്പെട്ടാണ്? അമ്മയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അമ്മ നന്നായി നല്ല ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യം നോക്കുന്നതും ഒക്കെ അതൊക്കെ കുട്ടിക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണ്? ആഹാരം ലഭിക്കുന്നതൊക്കെ എവിടെ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ ഇവയൊക്കെ എന്തിനെ സ്വാധീനിക്കും എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വികസനത്തെ സ്വാധീനിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് എന്തിൽ പറയുന്നത്? ജനനപൂർവ്വഘട്ടത്തിൽ പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഘട്ടമാണ് ശൈശവം എന്ന് പറയുന്നത്. ശൈശവം ഏതുവരെയാണ്? അതായത് ജനനം തൊട്ട് 3 വർഷം വരെയുള്ള കാലഘട്ടമാണ് ശൈശവം എന്ന് പറയപ്പെടുന്നത്. അതായത് ആദ്യ 2 ആഴ്ച വരെ നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടം 3 ആഴ്ച മുതൽ 3 വയസ്സാകും വരെ ബേബിഹുഡ് എന്ന് പറയുന്നു. അതായത് ശൈശവത്തിലെ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 3 വർഷമാണല്ലോ ശൈശവം. ഇതിൽ ആദ്യത്തെ 2 ആഴ്ച വരെ നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 3 ആഴ്ച മുതൽ 3 വയസ്സാകും വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ബേബിഹുഡ് എന്ന് പറയപ്പെടുന്നു.
ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കായികവും ചാലകശേഷിപരമായ വികസനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ആൺകുട്ടികളിൽ ആദ്യ വർഷം 25 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ രണ്ടാം വർഷം 12.5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നു പൊക്കം വർദ്ധിക്കും എന്നുള്ളതാണ്. പെൺകുട്ടികൾ താരതമ്യം എന്തായിരിക്കും ഈ ഒരു ഇത് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശൈശവത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന കായികവും ചാലകശേഷിപരമായ വികസനം. ഓക്കെ, ആൺകുട്ടികൾ എന്താണ് ആദ്യത്തെ വർഷം എത്രയാണ് 25 സെൻറ്റിമീറ്റർ, രണ്ടാം വർഷം 12.5 സെൻറ്റിമീറ്റർ പൊക്കം വർദ്ധിക്കുമ്പോൾ പെൺകുട്ടികളിൽ താരതമ്യം എന്തായിരിക്കും കുറവായിരിക്കും. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വൈകാരിക വികസനം എന്തായിരിക്കും? ജനനസമയത്ത്, അതായത് ഇവർക്ക് ഒന്നെങ്കിൽ സന്തോഷമോ അല്ലെങ്കിൽ വേദനയോ ഒക്കെ പ്രകടിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്തെന്നത് കരച്ചിൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഇവർ കൂടുതൽ അടുപ്പം ആരോടായിരിക്കും? അവരുടെ ആദ്യ സുഹൃത്ത് ആരായിരിക്കും? അമ്മയായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മയെ ആശ്രയിച്ചായിരിക്കും. അപ്പോൾ അമ്മ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് വളരെ സന്തോഷവും അമ്മ അവിടെ ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് വളരെ അസ്വാസ്ഥ്യവും അനുഭവപ്പെടും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിലെ വൈകാരിക വികസനത്തിൽ ഉണ്ടാകുന്നത്. ഇനി ഭൗതിക വികസനമാകട്ടെ എന്താണ്? ഈ ഒരു സമയത്ത് കുട്ടി എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചമാകുന്നു എന്നുള്ളതാണ്. അതായത് ശൈശവത്തിൻ്റെ അവസാനത്തോടു കൂടി ശിശുവിന് മുതിർന്നവരെ പോലെ കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം. ഇപ്പോൾ നമ്മൾ പറയാം ഈ ഒരു കാലഘട്ടത്തിൽ അമ്മയായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ സുഹൃത്ത്. എന്തുണ്ടെങ്കിലും അമ്മയുടെ അടുത്തേക്കാ പോവുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അമ്മയാണ് പ്രാഥമികമായിട്ടുള്ള കുട്ടിയുടെ സുഹൃത്തും എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പം കൂടാതെ തന്നെ അച്ഛനും ബാക്കി ബന്ധുമിത്രാദികളൊക്കെ എന്തായിരിക്കും അവർക്ക് എന്താണ് ഒരു ഇത് പുലർത്തുമെങ്കിലും കൂടുതൽ ആരറ്റായിരിക്കും? അമ്മയായിട്ടായിരിക്കും. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഭാഷാ വികസനം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി കരച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 10 മാസം പ്രായമാകുമ്പോൾ ഓരോ അക്ഷരങ്ങളായിട്ട് കുട്ടി പറയും. അത് പിന്നീട് എന്തായി ഒരു വയസ്സാകുമ്പോൾ ചില പദങ്ങളായിട്ട് പറയാൻ തുടങ്ങും. ഇതാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ള ഭാഷാ വികസനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം, ആദ്യകാല ബാല്യം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു, ഒന്ന് ജനനപൂർവ്വഘട്ടവും ശൈശവവും കഴിഞ്ഞു. ഇനി ഈ ആദ്യകാല ബാല്യത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, എക്സാമിന് വരാൻ പറ്റുന്ന, അപ്പോൾ മേ ബി ചോദിക്കാൻ പറ്റുന്ന കാലമാണ്. കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കാലഘട്ടം എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. മേ ബി പ്രസ്താവന ടൈപ്പിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ആദ്യകാല ബാല്യത്തിൽ ഈ കാലഘട്ടത്തെ വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് പറയുന്നു. അതായത് വിദ്യാലയ പൂർവ്വഘട്ടം പറയാൻ കാരണം എന്താണ്? അതായത് കുട്ടി സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണല്ലോ എന്തെന്ന് പറഞ്ഞാൽ ആദ്യകാല ബാല്യം പറഞ്ഞാൽ. അപ്പോൾ വിദ്യാലയ പൂർവ്വഘട്ടം എന്നാണ് ഈ ആദ്യകാല ബാല്യത്തെ പറയുന്നത്. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ കാലമെന്നും ഈ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് കുട്ടി ഏറ്റവും കൂടുതൽ എന്തിനോടായിരിക്കും ബന്ധമുണ്ടായിരിക്കുക? കളിപ്പാട്ടങ്ങളുമായിട്ടായിരിക്കും. കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കലും എല്ലാമായിരിക്കും ഈ ഒരു സമയത്ത് കുട്ടിക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളുടെ കാലം അഥവാ ടോയ് ഏജ് എന്നും എന്തിനെ അറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ആദ്യകാല ബാല്യത്തെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് പിടിവാശിയും ശാഠ്യവും അനുസരണക്കേടൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ എന്ത് കാലഘട്ടം എന്ന് പറയുന്നു? പ്രശ്ന കാലഘട്ടം എന്ന് പറയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ മറ്റൊരു സംഭവമാണ് സംഘബന്ധപൂർവ്വകാലം അഥവാ പ്രീ ഗാങ് ഏജ്. എന്താണെന്ന് വെച്ചാൽ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗ്യാങ് ഉണ്ടായിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാങ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം അഥവാ സംഘബന്ധ പൂർവ്വ കാലഘട്ടം എന്തിനറിയപ്പെടുന്നുണ്ട്? ആദ്യകാല ബാല്യത്തെ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇഴയുക, അതുപോലെ ഓടുക, കയറുക, ചാടുക, ഇങ്ങനെ ഒരുപാട് കായികവും ചാലകശേഷിപരമായ വികസനം കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കുട്ടി എന്തായിരിക്കും? ഈ ഒരു സമയത്ത് ആരോഗ്യവാനായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ആദ്യകാല ബാല്യത്തിൽ ഉണ്ടാകുന്ന കായികവും ചാലകശേഷിപരമായിട്ടുള്ള ഒരു വികസനമാണെന്ന് പറയാം. ഇനി ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന വൈകാരിക വികസനം എങ്ങനെയായിരിക്കും നോക്കാം. ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എന്തുണ്ടാകുന്നു? ലജ്ജ, അതുപോലെ ഉത്കണ്ഠ, ഈർഷ്യ, പ്രതീക്ഷ, നിരാശ, മാതാപിതാക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടുള്ള പ്രിയം, ഇങ്ങനെയുള്ള എന്തുണ്ടാക്കുന്നു? വികാരങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ വികാരങ്ങൾ തീവ്ര വികാരങ്ങളായി മാറും. എന്താണെന്ന് വെച്ചാൽ
കുട്ടിക്ക് അഹത്തോടുള്ള സ്നേഹം, സ്വന്തത്തോടുള്ള ഒരു സ്നേഹം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം നാർസിസത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്താണ് നാർസിസത്തിൻ്റെ കാലഘട്ടം എന്നും അറിയപ്പെടുന്നു? അപ്പോൾ ആദ്യകാല ബാല്യം അറിയാം. അപ്പോൾ എന്തൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചു? വിദ്യാലയ പൂർവ്വഘട്ടം, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ കാലം, സംഘബന്ധ പൂർവ്വ കാലഘട്ടം, പ്രശ്ന കാലഘട്ടം. ഇപ്പോൾ പുതിയതൊന്ന് പഠിച്ചു, എന്ത്? നാർസിസത്തിൻ്റെ കാലം എന്ന് പറയുന്നു. നാർസിസം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആത്മരഥിയുടെ കാലം എന്നാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ് നാർസിസം എന്നുള്ള പേര് വരാൻ കാരണം? നാർസിസസ് രാജകുമാരൻ എന്ത് ചെയ്തു? ഒരു കഥ പറയുന്നുണ്ട്. എന്താണ്? തന്നിൽ തന്നെ അനുരക്തനാകുന്ന ഒരു കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത്? നാർസിസം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നാർസിസം എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കുട്ടിയുടെ തീവ്രവികാരപ്രകാരം മാതാപിതാക്കളോടും ക്രമേണ എന്തുണ്ടാകുന്നു? തീവ്രവികാരം ഉണ്ടാകുന്നു എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടിൽ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് പെൺകുട്ടിക്ക് അച്ഛനോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നു, അമിതമായ തീവ്രവികാരം ഉണ്ടാകുന്നു. അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് അച്ഛന് ഫ്രോയിഡാണ് ഇവിടെ എഴുതി തെറ്റിപ്പോയതാണ്, റോഡല്ല. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിലാണ് ആൺകുട്ടി അമ്മയോടും പെൺകുട്ടി അച്ഛനോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നു. അപ്പോൾ ആൺകുട്ടി അമ്മയോട് പുലർത്തുന്ന വികാരത്തെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നതാണ്. ആൺകുട്ടി അമ്മയോട് പുലർത്തുന്ന തീവ്ര വികാരത്തെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പെൺകുട്ടി അച്ഛനോട് പുലർത്തുന്നതിനെ ഇലക്ട്രാ കോംപ്ലക്സ് എന്നും പറയുന്നു. മനസ്സിലായോ? ആൺകുട്ടി അമ്മയോട് പ്രകടിപ്പിക്കുന്നതിനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പെൺകുട്ടി അച്ഛനോട് പ്രകടിപ്പിക്കുന്നതിനെ ഇലക്ട്രാ കോംപ്ലക്സും എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ടേമിനെ വിശദീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഈഡിപ്പസ് ഇലക്ട്രാ എന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈഡിപ്പസ് തെറ്റിദ്ധാരണ മൂലം സ്വന്തം പിതാവിനെ വധിച്ചിട്ട് മാതാവിന് വിവാഹം കഴിച്ച കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് അമ്മയോടുള്ളതിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്ര എന്താണ്? ഇലക്ട്ര ചെയ്തത് സ്വന്തം പിതാവിനെ സ്നേഹിച്ചിട്ട് മാതാവിനെ കൊന്ന കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കുമുള്ളൊരു ന്യായീകരണമല്ല, അത് അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്ന് പറയാം. എന്നാലും അടുപ്പം ഉണ്ടാകാറുണ്ട് എന്ന് മാത്രം. തീവ്രവികാരങ്ങൾ ഉണ്ടാകുന്നത് കുറവാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വൈകാരിക വികസനം. അപ്പോൾ ഈ ഒരു വൈകാരിക വികസനം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യകാല ബാല്യത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നാർസിസത്തിൻ്റെ കാലമാണെന്ന് പറഞ്ഞത്. അതായത് സ്വന്തം അഹത്തോടുള്ളൊരു സ്നേഹം, അമിതമായ ഇത് എന്ന് പറയാം. അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും എന്താണെന്ന് ക്ലിയർ ആയി. ഇനി ഒരു കാലഘട്ടത്തിൽ ഭൗതിക വികസനം എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരവധി അനുഭവങ്ങൾ കുട്ടിക്കുണ്ടാവുമല്ലോ. കുട്ടി പരിസ്ഥിതിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുന്നു, ചുറ്റുപാടുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ജിജ്ഞാസ, അതുപോലെ നിർമ്മാണപരത, ശേഖരണ പ്രവണത, ആന്തരിക താല്പര്യം തുടങ്ങിയവയൊക്കെ എന്തുണ്ടാകുന്നു? അതായത് ഈ കളിയോടുള്ള ഒരു ആന്തരിക താല്പര്യം, ഇവയൊക്കെ എന്തുണ്ടാകുന്നു? ഈ ഒരു ആദ്യകാല ബാല്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി സമൂഹം വെച്ച് പറയുകയാണെങ്കിൽ കുട്ടി കൂടുതലായിട്ടും കുടുംബം തന്നെയായിരിക്കും ആ ഒരു കുട്ടിയുടെ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത്. പിന്നെ കുട്ടികളോട്, അതായത് സമപ്രായക്കാരുടെ ഒരു ഇഷ്ട സ്നേഹം, അവരോട് കൂടാനുള്ള ഒരു ഇതുണ്ടാകുന്നു. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഭാഷാ വികസനം എന്താണെന്ന് വെച്ചാൽ കുട്ടി എന്ത് ചെയ്യുന്നു? പദാവലികൾ വളരെ പെട്ടെന്ന് വികസിക്കുന്നുണ്ട്, ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, വാചകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ലഘു അർത്ഥങ്ങൾ വരുന്ന ചെറിയ ആശയവിനിമയം ചെയ്യാനുള്ള ചില വാക്കുകളും സംസാരങ്ങളും ഈ ഒരു ആദ്യകാല ബാല്യത്തിൽ കുട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് ആദ്യകാല ബാല്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് പിൽക്കാല ബാല്യം അഥവാ പ്രാഥമിക വിദ്യാലയ ഘട്ടം. കുട്ടി സ്കൂളിലോട്ട് പോകുന്ന കാലഘട്ടമാണ് അല്ലേ? 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് അറിയപ്പെടുന്നത്. പ്രാഥമിക വിദ്യാലയം എന്നും ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ സംഘബന്ധങ്ങളുടെ കാലം. എന്തുകൊണ്ടാണ് സംഘബന്ധങ്ങളുടെ കാലം പറയാൻ കാരണം? അതായത് കുട്ടി മറ്റു കുട്ടികളുമായിട്ട് ഗ്യാങ് കൂടുന്ന ഒരു കാലഘട്ടമാണ് സംഘബന്ധങ്ങളുടെ കാലം. അതുപോലെ പൊരുത്തപ്പെടലിൻ്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഒരു കൂട്ടുകാരിലോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന ചില എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പൊരുത്തപ്പെടലിൻ്റെ കാലമായിട്ട്, അതായത് പിടിവാശിയോ എല്ലാം പോയിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ അന്തർലീന ഘട്ടം അഥവാ ലാറ്റൻസി പീരീഡ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ
ഈ ലൈംഗിക മേഖലയെ ഒഴിച്ച് എല്ലാ ശാരീരിക മാനസിക കാര്യങ്ങളിലും കുട്ടി പരിപക്വം ആർജിക്കുന്നുണ്ട്. അപ്പോൾ ലൈംഗിക വികാരം ശക്തമാണെങ്കിലും അത് അതിശക്തമായി പ്രത്യക്ഷമാകുന്നത് ഈ ഘട്ടം അവസാനിച്ച ശേഷമാണ്. അപ്പോൾ പിൽക്കാല ബാല്യം അവസാനിച്ച ശേഷമാണ് ഈ ഒരു കുട്ടിക്ക് എന്തുണ്ടാവുന്നത്, ലൈംഗിക വികാരം ശക്തമായി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ അന്തർലീന ഘട്ടം എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പ്രാഥമിക ദന്തങ്ങൾ പൊഴിഞ്ഞിട്ട് സ്ഥിരദന്തങ്ങൾ വരുന്നു. അല്ല, കുട്ടിയുടെ നിരീക്ഷണം, ശ്രദ്ധ, യുക്തിചിന്ത, ഗുണാത്മക ചിന്തനം എന്നിവയ്ക്കുള്ള ശേഷി വികസിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഇതിൽ പിൽക്കാല ബാല്യത്തിൽ പറയാനുള്ളത്. പിന്നീടാണ് പ്രധാനപ്പെട്ട കാലമായ കൗമാര കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഈ കൗമാര കാലഘട്ടത്തെക്കുറിച്ച് സ്റ്റാൻലി ഹള്ള് പറഞ്ഞൊരു നിർവചനമാണ് ഞെരുക്കത്തിൻ്റെ, മേ ബി ചോദിക്കാം, കൗമാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിക്കാം. ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലമെന്നും ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലഘട്ടം എന്നും പറഞ്ഞതാരാണ്? സ്റ്റാൻലി ഹള്ളാണ് പറഞ്ഞത്. ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്? കൗമാര കാലഘട്ടത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്. അതുപോലെ കൗമാര പരിവർത്തനത്തിൻ്റെ കാലം എന്നാണ് പറയുന്നത്, പീരീഡ് ഓഫ് ട്രാൻസിഷൻ. അതായത് കുട്ടി ഒരു വ്യക്തി എന്താണ് കൗമാരപ്രായത്തിലിരിക്കുമ്പോൾ മുതിർന്നവരാണോ അതോ ചെറിയ കുട്ടിയാണോ എന്നറിയാതെ ആകെ കൺഫ്യൂഷനാവും അല്ലേ? അതെ. അപ്പോൾ രണ്ട് രീതിയിലും ആ കുട്ടിയെ വിശേഷിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരിവർത്തനത്തിൻ്റെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം അഥവാ ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസെനിറ്റി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, മേ ബി കുട്ടികൾ ഈ ഒരു സമയത്ത് പലതരത്തിൽ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടിമപ്പെടാൻ കാരണമുണ്ട്. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അതാണ് ഒരു ഫാൻറ്റസിയുടെ ലോകത്തായിരിക്കും അവർ. അതാണ് ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമെന്നും ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതറിയാം, കായികപരമായിട്ട് അവരുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളുണ്ടാകുന്നു. അതുപോലെ മുഖക്കുരു പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ശബ്ദങ്ങളിൽ ആൺകുട്ടികളിലാണെങ്കിൽ ശബ്ദങ്ങളുടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൗമാരത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൗമാരത്തിൽ പറയപ്പെടാനുള്ളത്. അതുപോലെ തന്നെ അവർ കൂടുതലായിട്ടും കൂട്ടുകാരായിട്ടായിരിക്കും അടുപ്പുണ്ടായിരിക്കും. അതായത് കൂട്ടുകാർ പറയുന്നതായിരിക്കും അവർക്ക് ശരിയെന്ന് തോന്നുക. മാതാപിതാക്കളെക്കാളും മറ്റുള്ള മുതിർന്നവരെക്കാട്ടും ഏറ്റവും കൂടുതൽ ശരിയെന്ന് തോന്നുക കൂട്ടുകാർ, സുഹൃത്തുക്കൾ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉപദേശം ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഇനി ഇത്രയാണ്. പിന്നെ അടുത്തത് നമ്മൾ പറയാം പ്രായപൂർത്തി കാലഘട്ടവും അതുപോലെ തന്നെ വാർദ്ധക്യ കാലഘട്ടം എന്നുള്ളത്. പ്രായപൂർത്തി നമുക്കറിയാം എന്താണ്, ഈ ഒരു കൗമാര പ്രായം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ദീർഘമായ ഒരു കാലഘട്ടമാണ് പ്രായപൂർത്തി കാലഘട്ടം എന്നുള്ളത്. ഒന്നെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി വിജയിക്കും അല്ലെങ്കിൽ തോൽക്കും എന്നുള്ളതാണ്. പിന്നീട് അടുത്ത 60 വയസ്സിന് ശേഷമുള്ള കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടമാണ് എന്തെന്ന് പറഞ്ഞാൽ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ. മാനസികമായ പക്വതയും ശാരീരികമായ അവശതകളും ഈ കാലഘട്ടത്തിന് പ്രത്യേകതയാണെന്ന് പറയാം. ഇവയെ സീനിയർ സിറ്റിസൺ എന്ന പരിഗണന നൽകി സംരക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്തെന്ന് പറഞ്ഞാൽ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഒരു വ്യക്തിയുടെ വികസന ഘട്ടങ്ങൾ അല്ലേ, ജനനപൂർവ്വഘട്ടം, ശൈശവം, ആദ്യകാല ബാല്യം, പിൽക്കാല ബാല്യം, കൗമാരം, പ്രായപൂർത്തി, വാർദ്ധക്യം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓരോ കാലഘട്ടത്തിലും പറഞ്ഞ മറ്റ് പേരുകൾ, ഇപ്പോൾ ബാലകത്തിൽ പറഞ്ഞ കളിപ്പാട്ടങ്ങളുടെ കാലം, നാർസിസത്തിൻ്റെ കാലം, അങ്ങനെയുള്ള ചില ടേംസുകളൊക്കെ നന്നായി പഠിക്കുക. പിന്നെ അതിൽ വരുന്ന എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് നന്നായിട്ട് പഠിക്കാം. ഇത്രയാണ് വിവിധ വികസന ഘട്ടങ്ങളിൽ പറയാനുള്ളത്. താങ്ക് യു.